ആവർത്തന പുസ്തകം അദ്ധ്യായം 3. അനന്തരം നാം തിരിഞ്ഞ് ബാശാനിലേക്കുള്ള വഴിയായി പോയി. അപ്പോൾ ബാശാൻ രാജാവായ ഓഗും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വെച്ച് പടയേറ്റു. എന്നാലും യഹോവ എന്നോട്, അവനെ ഭയപ്പെടരുത്, ഞാൻ അവനെയും അവൻ്റെ സർവ്വജനത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോടും ചെയ്യും എന്ന് കൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ ബാശാൻ രാജാവായ ഓഗിനെയും അവൻ്റെ സകല ജനത്തെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ആരും ശേഷിക്കാതെ വണ്ണം നാം അവനെ സംഹരിച്ചു കളഞ്ഞു. അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു. നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. ബാശാനിലെ ഓഗിൻ്റെ രാജ്യമായ 60 പട്ടണങ്ങളുള്ള അർഗോബ് ദേശമൊക്കെയും നാട്ടുപുറങ്ങളിലെ അനവധി ഊരുകളും പിടിച്ചു. ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു. ഹെഷ്ബോൻ രാജാവായ സീഹോനോടും ചെയ്തതുപോലെ നാം അവയെ നിർമൂലമാക്കി. പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർമൂലമാക്കി. എന്നാൽ നാൽക്കാലികളെയൊക്കെയും പട്ടണങ്ങളിലെ അപഹൃതവും നാം കൊള്ളയിട്ട് എടുത്തു. ഇങ്ങനെ അക്കാലത്ത് അമോര്യരുടെ 2 രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് യോർദാൻ അക്കരെ അർണോൻ താഴ്വര തുടങ്ങി ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും, സീദോന്യർ ഹെർമോന് സിരിയോൻ എന്നും അമോര്യരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു, സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദ് മുഴുവനും, ബാശാനിലെ ഓഗിൻ്റെ രാജ്യത്തുൾപ്പെട്ട സൽക്ക, എദ്രെയി എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാശാൻ മുഴുവനും നാം പിടിച്ചു. ബാശാൻ രാജാവായ ഓഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഇരുമ്പുകൊണ്ടുള്ള അവൻ്റെ മഞ്ചം അമ്മോന്യ നഗരമായ റബ്ബായിൽ ഉണ്ടല്ലോ. അതിന് പുരുഷൻ്റെ കൈക്ക് 9 മുഴം നീളവും 4 മുഴം വീതിയുമുണ്ട്. ഈ ദേശം നാം അക്കാലത്ത് കൈവശമാക്കി. അർണോൻ താഴ്വര അരികെയുള്ള അരോവേർ മുതൽ ഗിലെയാദ് മലനാട്ടിൻ്റെ പാതിയും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ രൂബേന്യർക്കും ഗാദ്യർക്കും കൊടുത്തു. ശേഷം ഗിലെയാദും ഓഗിൻ്റെ രാജ്യമായ ബാശാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനശ്ശെയുടെ പാതി ഗോത്രത്തിന് കൊടുത്തു. ബാശാന് മുഴുവനും മല്ലന്മാരുടെ ദേശം എന്ന് പേർ പറയുന്നു. മനശ്ശെയുടെ മകനായ യായീർ ഗെശൂര്യരുടെയും മാഖാത്യരുടെയും അതിർവരെ അർഗോബ് ദേശം മുഴുവനും പിടിച്ച് തൻ്റെ പേരിൻ പ്രകാരം ബാശാന് ഹവ്വോത്ത് യായീർ എന്ന് പേരിട്ടു. ഇന്ന് വരെ ആ പേര് തന്നെ പറഞ്ഞു വരുന്നു. മാഖീരിന് ഞാൻ ഗിലെയാദ് ദേശം കൊടുത്തു. റൂബേന്യർക്കും ഗാദ്യർക്കും ഗിലെയാദ് മുതൽ അർണോൻ താഴ്വരയുടെ മധ്യപ്രദേശവും അതിരും അമ്മോന്യരുടെ അതിരായ യാബോക്ക് തോട് വരെയും കിന്നരോത്ത് തുടങ്ങി കിഴക്കോട്ട് പിസ്കായുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബായിലെ കടൽ വരെ അരാബായും യോർദാൻ പ്രദേശവും ഞാൻ കൊടുത്തു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഈ ദേശത്തെ അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായ എല്ലാവരും ഇസ്രയേല്യരായ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു പോകണം. നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ആടുമാടുകൾ നിങ്ങൾക്ക് വളരെ ഉണ്ട് എന്ന് എനിക്കറിയാം. യഹോവ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോർദാൻ അക്കരെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ. പിന്നെ നിങ്ങൾ ഓരോരുത്തൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിന് മടങ്ങിപ്പോരണം. അക്കാലത്ത് ഞാൻ യോശുവയോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ ആ 2 രാജാക്കന്മാരോട് ചെയ്തതൊക്കെയും നീ കണ്ണാലെ കണ്ടുവല്ലോ. നീ കടന്നു ചെല്ലുന്ന സകല രാജ്യങ്ങളോടും യഹോവ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ അവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ?
ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗായുടെ മുകളിൽ കയറി തല പൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കൊള്ളുക. ഈ യോർദാൻ നീ കടക്കയില്ല. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കാം. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ടു കൊടുക്കും എന്നരുളി ചെയ്തു. അങ്ങനെ നാം ബേത് പെയോരിനെതിരെ താഴ്വരയിൽ പാർത്തു.